സ്ട്രോബെറി ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഒരു പായസമാണ് ഇന്നിവിടെ തയ്യാറാക്കുന്നത്. ചെറുപയർ പായസം. ഇവിടെ ചെറുപയർ മുളപ്പിച്ചെടുത്തിട്ടാണ് പായസം തയ്യാറാക്കുന്നത്. അതുകൊണ്ടാണ് പ്രോട്ടീൻ റിച്ച് പായസം എന്ന് പറഞ്ഞത്. ആദ്യം തന്നെ ഇതിലേക്ക് വേണ്ട ശർക്കര ഉരുക്കി വയ്ക്കാം. ഞാനിവിടെ 300 ഗ്രാം വൈറ്റ് ശർക്കരയാണ് എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളം കൂടി ഒഴിച്ച് ഒരു മീഡിയം ലോ ഫ്ലെയിമിൽ ഉരുക്കാനായിട്ട് വയ്ക്കാം. വെള്ളം നന്നായി തിളച്ച് ശർക്കര ഉരുക്കി തുടങ്ങി പതഞ്ഞു പൊങ്ങി വരുന്നുണ്ടെങ്കിൽ ഫ്ലെയിം ഒന്ന് ലോയിലേക്ക് മാറ്റി വെച്ചാൽ മതി. അങ്ങനെ ഒരു 5-10 മിനിറ്റ് കൊണ്ട് തന്നെ ഈ ശർക്കര പൂർണ്ണമായിട്ട് ഉരുക്കി കിട്ടും. ഇനി ശർക്കര ഉരുക്കുന്നതൊക്കെ ഒരു ബുദ്ധിമുട്ടായിട്ട് തോന്നുവാണെങ്കിൽ പായസത്തിലേക്ക് ശർക്കരപ്പാനി ചേർക്കുന്ന സമയത്ത് പഞ്ചസാര ചേർത്താൽ മതി. ഈ ഒരളവിൽ ശർക്കര എടുത്താൽ പായസത്തിന് അത്യാവശ്യം ഒരു പാകത്തിന് മധുരമാണ് വരുന്നത്. അഥവാ നല്ല മധുരം ഇഷ്ടമുള്ളവർക്ക് കുറച്ചും കൂടെ ശർക്കര ചേർക്കാം. അതല്ല ഒത്തിരി മധുരം താല്പര്യമില്ലാത്തവർക്ക് ഈ അളവ് കുറയ്ക്കുകയും ചെയ്യാം. അതേപോലെ ഇവിടെ ചേർത്ത് ശർക്കര മുഴുവൻ ഉരുകിയിട്ടുണ്ട്. ഇത് മാറ്റി വയ്ക്കാം. അടുത്തതായിട്ട് ഒരു പാനിലേക്ക് 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ എടുത്തിട്ടുണ്ട്. ഇതിന് പകരമായിട്ട് ബട്ടറോ നെയ്യോ നിങ്ങൾക്ക് എടുക്കാം. ഇതിലേക്ക് 6-7 ക്യാഷ്യൂസ് ഇട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ക്യാഷ്യൂസിൻ്റെ എണ്ണം നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂടുതലോ കുറവോ എടുക്കാം. ഒരു ഗോൾഡൻ കളർ ആവുന്നത് വരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ക്യാഷ്യൂസ് ഏകദേശം പാകത്തിനാകുമ്പോഴേക്കും നമുക്കിതിലേക്ക് റൈസിൻസ് കൂടി ചേർത്ത് കൊടുക്കാം. ഇത് വേഗം തന്നെ ബൾജായി വരും. ഇപ്പോൾ എല്ലാം തന്നെ ബൾജായി വന്നിട്ടുണ്ട്. ഇനി ഇത് കോരി മാറ്റി വയ്ക്കാം. അടുത്തായിട്ട് ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ തേങ്ങാക്കൊത്ത് ഇട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇളക്കി കൊടുത്തുകൊണ്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഇത് ഒരു ഗോൾഡൻ കളർ ആകുന്നത് വരെയാണ് ഫ്രൈ ചെയ്തെടുക്കേണ്ടത്. തേങ്ങാക്കൊത്ത് ചേർക്കുന്നത് താല്പര്യമില്ലാത്തവർക്ക് ഒഴിവാക്കാം. ഇതിപ്പോൾ പാകത്തിന് ഫ്രൈ ആയിട്ടുണ്ട്. ഇതും കോരി മാറ്റി വയ്ക്കാം. അടുത്തതായിട്ട് ചെറുപയർ വേവിക്കാം. അതിനായിട്ട് 1 കപ്പ് ചെറുപയർ 6 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്തിട്ട് 10 മണിക്കൂർ മാറ്റി വെച്ച് ചെറുതായിട്ട് മുളപ്പിച്ചാണ് എടുത്തിരിക്കുന്നത്. ഇതൊരു പാനിലേക്കിട്ട് ഇതിലേക്ക് ഒരു 4 കപ്പ് വെള്ളം കൂടി ചേർത്ത് വേവിക്കാനായിട്ട് വയ്ക്കാം. പായസത്തിലേക്ക് ചെറുപയർ ഇതുപോലെ മുളപ്പിച്ച് തന്നെ എടുക്കണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല. കുറച്ചുകൂടെ ഹെൽത്തി ആയിട്ടിരിക്കാൻ വേണ്ടി ഞാൻ മുളപ്പിച്ചെന്നേ ഉള്ളൂ. ശരിക്കും ഇതിലേക്ക് ചെറുപയർ കുതിർത്ത് പോലും എടുക്കേണ്ട കാര്യമില്ല. അപ്പോൾ കുതിർക്കാതെയാണ് ചെറുപയർ എടുക്കുന്നതെങ്കിൽ നന്നായിട്ട് കഴുകിയതിന് ശേഷം ഒരു കുക്കറിലിട്ട് വേവിച്ചാൽ മതി. 3-4 വിസിൽ കൊണ്ട് തന്നെ പാകത്തിന് വേവായി കിട്ടും. ഇതൊന്ന് മൂടി വെച്ച് വേവിക്കാം. അപ്പോൾ മൂടി വെച്ചാണ് വേവിക്കുന്നതെങ്കിൽ ഒത്തിരി ദൂരോട്ടൊന്നും പോകരുത്. കാരണം ഇത് പതഞ്ഞു പൊങ്ങി പുറത്തു പോകും. ഇത് നന്നായിട്ട് തിളച്ച് കഴിഞ്ഞാൽ ഇതുപോലെ ഒരു പത പൊങ്ങി വരും. അപ്പോൾ ഒരു പാട വന്ന രീതിയിലാണ് ഇത് കിടക്കുന്നത്. അപ്പോൾ ഇതൊരു സ്പൂൺ കൊണ്ട് സാവധാനത്തിൽ അങ്ങ് എടുത്ത് മാറ്റിക്കളയാം. ഇപ്പോൾ ഇതിൻ്റെ പതയും പാടയൊക്കെ മാറി അത്യാവശ്യം നല്ല ക്ലീൻ ആയിട്ട് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇത് കറി വെക്കാനുള്ള പാകത്തിനുള്ള വേവേ ആയിട്ടുള്ളൂ. ഇതിനി 10-15 മിനിറ്റ് വരെ ഈ രീതിയിലൊന്ന് തിളപ്പിക്കാം. അപ്പോൾ പായസത്തിനായതുകൊണ്ട് ചെറുപയർ ജസ്റ്റ് ഒന്ന് വേവിച്ചെടുത്താൽ പോരാ, നന്നായിട്ട് തന്നെ വേവായി കിട്ടണം. ഇപ്പോൾ ഒരു 10-15 മിനിറ്റും കൂടെ തിളപ്പിച്ച് വേവിച്ചിട്ടുണ്ട്. പയർ നന്നായിട്ട് വേവായിട്ടുണ്ട്. ഇതുപോലെ സ്പൂൺ കൊണ്ട് പ്രസ് ചെയ്താൽ പയർ ഉടഞ്ഞു വരുന്ന ഒരു പരുവത്തിൽ ഇത്രയാണ് വേവിച്ചെടുക്കേണ്ടത്. പായസം കുറച്ചൊന്ന് തിക്കായിട്ട് വരാൻ ഇതിൻ്റെ ഒരു 1/4 ഭാഗത്തോളം പയർ നമുക്ക് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്ത് ഉടച്ചെടുക്കാം. ഇനി നമ്മൾ ഉരുക്കി വെച്ചിരുന്ന ശർക്കരപ്പാനി ഇതിലേക്ക് ഒരു അരിപ്പയിലൂടെ അരിച്ച് ചേർക്കാം. ശർക്കരയിൽ എന്തെങ്കിലും പൊടിയോ തരികളോ ഉണ്ടെങ്കിൽ അത് വീഴാതിരിക്കാൻ വേണ്ടിയാണ് അരിച്ച് ചേർക്കുന്നത്. ഇനി ഇത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. ശർക്കരയും പയറും കൂടെ നന്നായിട്ടൊന്ന് യോജിച്ച് വരണം. ഇതിപ്പോൾ ഒരു 5 മിനിറ്റ് ഒന്ന് ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട്. ഈ സമയത്ത് ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ബട്ടർ ചേർക്കുന്നുണ്ട്. ബട്ടറിന് പകരമായിട്ട് നിങ്ങൾക്ക് നെയ്യ് വേണമെങ്കിലും ചേർക്കാം. ഏത് ചേർത്താലും പായസത്തിന് നല്ല ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ ആദ്യം നമ്മൾ ക്യാഷ്യൂസും റൈസിൻസും തേങ്ങാക്കൊത്തൊക്കെ വറക്കാനായിട്ട് നിങ്ങൾ നെയ്യോ ബട്ടറോ ആണ് ഉപയോഗിച്ചിരുന്നതെങ്കിൽ ഈ സമയത്ത് ഈ ബട്ടറും നെയ്യും ചേർക്കുന്നത് ഒഴിവാക്കാം. അപ്പോൾ ബട്ടറും കൂടി ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പാല് ചേർക്കാം. ഞാനിവിടെ പശുവിൻ പാലാണ് ചേർക്കുന്നത്. 2 കപ്പ് പാല് 1/2 ലിറ്റർ അളവുണ്ട്. അപ്പോൾ ഇതിന് പകരമായിട്ട് നിങ്ങൾക്ക് തേങ്ങാപ്പാൽ ചേർക്കാം. അങ്ങനെയാണെങ്കിൽ 1.5 കപ്പ് രണ്ടാം പാൽ ഈ സമയത്ത് ചേർത്താൽ മതി. അതിനുശേഷം പായസം ഏകദേശം പാകത്തിനായി കഴിയുമ്പോൾ 1/2 കപ്പ് ഒന്നാം പാൽ കൂടി ചേർക്കുക. ഈ പാല് ചേർത്തതിന് ശേഷം ഇനി ഇത് തിളപ്പിച്ചെടുക്കണം. അപ്പം ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ട് തന്നെ തിളപ്പിച്ചെടുക്കാം. നന്നായിട്ട് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ച് 2 മിനിറ്റ് കൂടി ഒന്ന് തിളപ്പിക്കാം. ചെറുപയർ നന്നായിട്ട് ഉടച്ചിട്ടില്ലെങ്കിൽ പായസത്തിന് അത്ര കൊഴുപ്പുണ്ടാവില്ല.
ഇതിപ്പോൾ അത്യാവശ്യം ഒന്ന് കുറുകിയാണ് ഇരിക്കുന്നത്. ഇത് കുറച്ചുകൂടെ ഒന്ന് തിക്കാക്കി എടുക്കാൻ ഞാൻ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ അരിപ്പൊടി, ഇതിലേക്ക് 4 ടേബിൾ സ്പൂൺ പാൽ കൂടി ചേർത്തൊന്ന് മിക്സ് ചെയ്ത് ചേർക്കുന്നുണ്ട്. അപ്പോൾ ചെറുപയർ നന്നായിട്ട് കുഴഞ്ഞ് പായസം നല്ല കുറുകിയാണ് ഇരിക്കുന്നതെങ്കിൽ ഇതുപോലെ അരിപ്പൊടി ചേർക്കേണ്ട കാര്യമില്ല. ഇനി അഥവാ ഇതിലും ലൂസായിട്ടാണ് ഇരിക്കുന്നതെങ്കിൽ 1 ടേബിൾ സ്പൂണിൽ കൂടുതൽ അരിപ്പൊടി ചേർത്ത് കുറുക്കിയെടുക്കുക. അപ്പോൾ ഇത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് അരിപ്പൊടി പൂർണ്ണമായിട്ടും പാലിൽ മിക്സ് ആയതിന് ശേഷമാണ് ഇതിലേക്ക് ചേർക്കേണ്ടത്. അല്ലെങ്കിൽ പായസത്തിൽ അരിപ്പൊടി കട്ടകളായിട്ട് കിടക്കും. ഇനി ഇതിലേക്ക് കുറച്ച് പൊടികൾ ചേർക്കാം. 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടി, 1/2 ടീസ്പൂൺ ജീരകപ്പൊടി, 1/4 ടീസ്പൂൺ ചുക്ക് പൊടിച്ചത്. ഇവയോടൊപ്പം 2 പിഞ്ച് ഉപ്പ് കൂടി ചേർക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടി നന്നായി ഇളക്കി യോജിപ്പിക്കുക. അപ്പോൾ ഇതിൻ്റെയൊക്കെ അളവ് നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് കൂട്ടിയോ കുറച്ചോ എടുക്കാം. അപ്പോൾ ആദ്യം ഒരു 1/4 ടീസ്പൂൺ വെച്ച് എല്ലാം ചേർത്ത് നോക്കുക. എന്നിട്ട് രുചി കുറവാണെന്ന് തോന്നുവാണെങ്കിൽ കൂടുതൽ ചേർത്താലും മതി. അവസാനമായിട്ട് ഇതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരുന്ന ക്യാഷ്യൂസും റൈസിൻസും തേങ്ങാക്കൊത്തും കൂടി ചേർക്കാം. മിക്സ് ചെയ്യാം. അങ്ങനെ വളരെ എളുപ്പത്തിൽ നല്ല അടിപൊളി രുചിയിൽ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ചെറുപയർ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിലൂടെ ഞങ്ങളെ അറിയിക്കണം. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. മറ്റൊരു വീഡിയോയിലൂടെ കാണാം. എല്ലാവർക്കും നന്ദി.